കോഴിക്കോട് പെരുവയലിൽ വൻ തീപിടുത്തം. പെയിന്റ് കട പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? അനീസ്, എങ്ങനെ തീപിടിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? അവിടുത്തെ വൈകുന്നേരം 3:30 കൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. പെരുവയൽ അങ്ങാടിയിൽ തന്നെയുള്ള കടയാണ്, കളർ മാർട്ട് എന്നാണ് ഈ കടയുടെ പേര്. ഈ 3:30 കൂടി തീപിടുത്തം ഉണ്ടായതോടെ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് വിജയിക്കാനായില്ല. ഇപ്പോൾ ഏതായാലും വെള്ളിമാടുകുന്നിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസും ഈ നാട്ടുകാരോടൊപ്പം തന്നെ പരിശ്രമത്തിൽ ഉണ്ട്. ഏതായാലും ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എന്നതാണ് ആശങ്കാജനകമാവുന്ന കാര്യം. പുറമേക്ക് കാണുന്ന തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടുണ്ട്, പക്ഷേ ഉള്ളിൽ ഇപ്പോഴും തീ പടരുന്നുണ്ട് എന്നും മുകളിലേക്ക് തീ പടരുന്നു എന്നുമാണ് മനസ്സിലാകുന്നത്. എന്താണ് ഈ അപകടത്തിന്റെ കാരണമായത് എന്ന് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തതയില്ല. ഏതായാലും അനുമാനിക്കുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകട കാരണമായിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. ഏതായാലും അത് സ്ഥിരീകരിക്കാനാകുന്ന കാര്യങ്ങളൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. ഏതായാലും ഈ കടയുടമ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കടയുടമ, ഇത് എപ്പോഴാണ് സംഭവിച്ചത് ഇത് അപകടം? ടൈം എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ഞാൻ കട ഉണ്ടായിരുന്നു. എങ്ങനെയാ നിങ്ങൾ കണ്ടത്? അത് പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ തീ പടർന്ന് ഞാൻ കണ്ടിരിക്കണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ടെർപ്പൻറ്റും തിന്നർ അതിനോണ്ട് എന്താണെങ്കിലും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, പടർന്നു പോയി. നിങ്ങളും ജീവനക്കാരും? ഒരു ജീവനക്കാരി ഉണ്ടായിരുന്നു. ജീവനക്കാർ ഇറങ്ങി വേണ്ടി ഞാനും പുറത്തിറങ്ങി. പിന്നെ ആരും ഇല്ല, ഉള്ളിലായിരുന്നില്ല. തീ ഏകദേശം നിയന്ത്രണ വിധേയമായി തോന്നുന്നുണ്ടോ? അതോ പുറത്ത് കാണാത്ത മേഖലകളിൽ തീ ഉണ്ടാവും? അത് കാണാം, അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെയും ടർപ്പൻ, അതിന്റെ ബാക്കിലും ടർപ്പൻ ഇതൊക്കെ ഉണ്ട്. അവിടെ എത്തിയിട്ടുണ്ടാവും. ഏതായാലും ഇവിടെയും ഓൾറെഡി എത്തിയില്ലല്ലോ, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ബാക്കിലേക്ക് കാണുന്ന 3 ഷട്ടർ റൂമുകളാണ് അതിൽ പൂർണ്ണമായും കത്തി നശിച്ചു പോയിട്ടുണ്ട്, മൊത്തം പോയിട്ടുണ്ട്. ഇത് റിന്യൂവേഷൻ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോ പ്ലംബിംഗ് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ അതൊക്കെ കഴിഞ്ഞു, സെറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് കാരണം എന്ന് ഇതുവരെ. എന്തായാലും കടയുടമയാണ് നമ്മോട് സംസാരിച്ചത്. വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അപ്രതീക്ഷിതമായി ഇരിക്കുന്നിടത്ത് നിന്ന് തീ പടരുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും ഇപ്പോൾ ഈ പുറമേക്ക് കാണുന്ന തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ പെയിന്റ് കടയ്ക്കാണ് തീപിടിച്ചത് എന്നാണല്ലോ പറയുന്നത്. അതിന് തൊട്ടടുത്ത് നമുക്ക് വേറെയും ബിൽഡിംഗ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങോട്ടുമൊക്കെ ഈ തീ പടർന്നോ? തീർച്ചയായും ഇപ്പോൾ ഈ 2 കളർ മാർട്ട് എന്ന് പറയുന്ന പെയിന്റ് കട 2 ഷട്ടർ റൂമുകളിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിന് തൊട്ടടുത്ത് തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിലേക്കും തീ പടർന്നിട്ടുണ്ട്. അത് ഉള്ളിലൂടെയാണ്. ബേക്കറിക്ക് പുറത്തേക്ക് കാഴ്ചയിൽ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. പക്ഷേ ആ ബേക്കറിയിൽ നിന്നുള്ളിലേക്ക് തീ പടരുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും അതുപോലെ തന്നെ മുകളിലേക്കും, ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ PSCക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കോച്ചിങ് ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്കും തീ പടരുന്ന ഒരു ഘട്ടം ഉണ്ടായതോടുകൂടി അവരെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആളുകൾക്കാർക്കും അപായമുണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം.